ആപ്കി അദാലത്തിൽ ശില്പ ഷെട്ടിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇവർ തന്റെ ഫിലിം കരിയറിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ശില്പ, ഇത് സത്യമാണോ? അതായത് താങ്കളുടെ അച്ഛൻ താങ്കളുടെ ഒരു ആക്ട്രസ് ആകുന്നതിൽ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു, അതായത് ഈ ബോട്ടിലിന് അടപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. യെസ് യെസ്. ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്. അച്ഛൻ്റെ ആഗ്രഹം ഞാനൊരു ബിസിനസ് വുമൺ ആകണമെന്നായിരുന്നു. കാരണം ഞങ്ങൾ 2 പെൺപിള്ളേരായതുകൊണ്ട്. നിർഭാഗ്യവശാൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാനൊരു ബിസിനസ് വുമൺ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായേനെ. നന്നായി പോയി. ആഗ്രഹിച്ചില്ലേ അതോ നിങ്ങൾ UP ബീഹാറും ഒക്കെ കൊള്ളയടിക്കാൻ? അച്ഛൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, കോളേജിൽ പോയിട്ട് എങ്ങനെയെങ്കിലും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അദ്ദേഹം വിചാരിച്ചു ഞാൻ ഒരു പടത്തിലെ അഭിനയിക്കുള്ളൂന്ന്. പക്ഷേ അതെന്റെ കരിയറായിട്ട് മാറി. ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ എനിക്ക് ഓഫർ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആക്ടിംഗ് അല്ലാതെ എനിക്ക് വേറൊരു കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ആക്ടിംഗ് ചെയ്തത് കുറവാണ്, പക്ഷേ ഐറ്റം സോങ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ചോയ്സ് ആണോ എനിക്ക് കിട്ടിയത് അതെല്ലാം വളരെ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. ഹോണസ്റ്റ്ലി നോക്കുവാണെങ്കിൽ അത് ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർ കാസ്റ്റിംഗ് തെറ്റായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അത് നോക്കിയാൽ ഗ്ലാമർ റോളുകളായിരിക്കും. അതിൽ ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ ഗ്ലാമർ റോളുകൾ ചെയ്യുന്നതിൽ. എന്റെ ബുദ്ധി എപ്പോഴും പാട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അതെന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അവരെപ്പോഴും എന്നെ ഹാപ്പി ആയിട്ടും ഗ്ലാമറായിട്ടും കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്റെ ഡാൻസും അവർക്ക് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഓഫേഴ്സും കിട്ടി. പിന്നെ ഒരു സമയത്ത് എനിക്കിതൊന്നും ചെയ്യണ്ടെന്ന് തോന്നിപ്പോയി. വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അതിനുവേണ്ടി എന്റെ ഈ ജോലികളെല്ലാം കുറച്ചു. നിറയെ സീരിയസ് ആയിട്ടുള്ള മൂവീസ് ചെയ്തു, പക്ഷെ അതൊന്നും ഓടിയില്ല. പിന്നെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ബോക്സ് ഓഫീസിൽ ഓടുന്ന പടങ്ങൾ ചെയ്യാവല്ലോന്ന്. ഒരു പ്രാവശ്യം ഒരു മൂവി ഓടിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പുണ്യം കിട്ടാൻ പോകുന്നില്ല. പ്രൊഡ്യൂസർക്കും ഇല്ല, ഓഡിയൻസിനും ഇല്ല, ആക്ടറിനും ഇല്ല. ഗുഡ് ഫിലിം, ബാഡ് ഫിലിം, അഗ്ലി ഫിലിം, ഇതെല്ലാം ഞാൻ ചെയ്തത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കാനും ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കാനും കാരണം ഓഡിയൻസാണ്. പക്ഷേ ഏത് ഓഡിയൻസ് ആണോ താങ്കളുടെ സിനിമ കാരണം താങ്കളെ ഇഷ്ടപ്പെട്ടത്, അതേ ആൾക്കാരോട് താങ്കൾ പറയുകയാണ് എനിക്കിപ്പോൾ ഹിന്ദി സിനിമ ചെയ്യാൻ തീരെ സമയമില്ല. അങ്ങനെ ആരാ പറഞ്ഞേ? നിറയെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രസ് മുഖേന അറിയുന്നത്. അതായത് പ്രസ് മുഖേന. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ താങ്കൾ വെറും 8 സിനിമയാണ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നേ? 8 8 സിനിമയും പിന്നെ ഒരു ഐറ്റം സോങ്. ഞാൻ ഒരേ ഒരു ഐറ്റം സോങ്ങേ ചെയ്തിട്ടുള്ളൂ. സോങ് പേര് UP ബിഹാർ ആൻഡ് ഷട്ട് അപ്പ് ഓൺ ബൗൺസ്. അത് ഇപ്പൊ ചെയ്തതാണ്. എനിക്കെന്താ തോന്നുന്നെന്ന് വെച്ചാ 8 ആ കാല് ദോസ്താനയിലെ ഐറ്റം സോങ് ആണ്. ദോസ്താനയിൽ ഐറ്റം സോങ് എന്തിനാ ചെയ്തതെന്ന് വെച്ചാ ആദ്യം എനിക്ക് ഈ ഐറ്റം സോങ്ങിന്റെ പേര് കേൾക്കുമ്പോഴേ ഇറിറ്റേഷൻ ആയിരുന്നു. അത് വെറും സോങ് ആണ്. ഞങ്ങൾ എന്റർടൈൻമെന്റ് ബിസിനസ്സിലാണുള്ളത്. പക്ഷേ ഈ ഐറ്റം എന്നുള്ള പേര് ഹീറോയിനിക്ക് വളരെ ഡെഡിക്കേറ്ററി ആയിരിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. എനിവേസ് ഞാനൊരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ്. പിന്നീട് എനിക്ക് തോന്നി ഞാൻ കുറെ നാളായിട്ട് മൂവി ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് നിറയെ ഫാൻ ലെറ്റേഴ്സ് ഒക്കെ വരും. അവരെന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കും, ഞങ്ങൾക്ക് താങ്കളുടെ അടുത്ത മൂവി എപ്പോൾ കാണാൻ പറ്റും? താങ്കളുടെ സോങ്സ് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതൊക്കെ ഓഡിയൻസിന് വേണ്ടി ചെയ്തതാണ്. അവരെപ്പോഴും എൻ്റെ സോങ്ങിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഞാൻ ഇതെന്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ്. സോ ഇത്രയും എൻ്റെ കരിയർ ഗ്രാഫില് ഞാൻ വിചാരിക്കുന്നു ഐശ്വര്യ റായ് ഒരു 4 ഐറ്റം സോങ്ങല്ലേ ഉണ്ടായിരുന്നെന്ന്. സോ ഐറ്റം സോങ് എന്ന് വെച്ചാൽ ഹീറോയിനി ഇല്ലാതെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്യുന്നതാണ്. എന്റെ വേറെ മൂവീസിലെ സോങ്ങുകളെല്ലാം ഹിറ്റായതിനും ഞാനല്ല ഒരിക്കലും കാരണക്കാരി. എന്റെ സോങ് ഫേമസ് ആയതിന് കാരണം എന്റെ ഒരു കുറ്റവും ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ താങ്കൾ സിനിമകൾ കുറച്ചതാണോ അതോ അല്ലെങ്കിൽ വേറെ? അതെ, ഞാൻ ജോലിയെല്ലാം അതിനു വേണ്ടിയാണ് കുറച്ചത്. കാരണം എനിക്ക് വരുന്ന ചാൻസുകളെല്ലാം അതെല്ലാം ഐറ്റം സോങ് ആയിട്ടാണോ ചോദിക്കുന്നത്? നോട്ട് എക്സാക്ട്ലി. ഞാൻ നല്ല മൂവീസുകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഈ 4 വർഷത്തിൽ ദടുക്കന് ശേഷം ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് പരിശ്രമിച്ചു. ഞാൻ ആക്ഷൻ പടവും ചെയ്തിട്ടുണ്ട്, ദസ് പോലെയുള്ള മൂവിയിൽ. പിന്നെ റൊമാൻറ്റിക് മൂവീസും ചെയ്തിട്ടുണ്ട്. ഞാൻ ആർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്, ഫിർ മില്ലെങ്കെ. ഞാൻ മെട്രോ മൂവീസും ചെയ്തിട്ടുണ്ട്.
അത് വളരെ ക്ലാസി ആയിരിക്കും, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും. സോ ഞാൻ റിസ്തെ പോലെയുള്ള മൂവീസും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു ഒരു ആക്ടർ ആയതുകൊണ്ട്. ഞാനതില് വളരെ വ്യത്യസ്തമായൊരു ഡയലക്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. സോ ഞാൻ പരിശ്രമിക്കാതെ ഒന്നും ഇരുന്നില്ല. ഞാൻ ഡർണ മണാഹെ പോലുള്ള മൂവീസും ചെയ്തിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ജേണറാണ്. പക്ഷേ മൂവി നന്നായിട്ട് ഓടിയില്ലെങ്കിൽ ഞങ്ങളുടെ എഫർട്ട് എല്ലാം പാഴായി പോകും. ശരി, ഇതിന് ഉത്തരം താങ്കൾ നൽകുക. താങ്കൾ സിനിമയ്ക്ക് വേണ്ടി സമയം... സാർ, ഇതേ ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ താങ്കൾക്കറിയാം ഞാൻ IPL ടീമിലുണ്ടെന്ന്. ഐ ഹാവ് ടേക്കൻ വാട്ട് ഈസ് ടേക്കൻ രാജസ്ഥാൻ റോയൽസ് 2.5 മാസമായിട്ട്. താങ്കളെ ഒരു ആക്ട്രസ് ആയിട്ടാണ് അതെ, ജനങ്ങൾ അതെ, ഇഷ്ടപ്പെടുന്നത്. വർഷത്തിൽ പക്ഷേ ഞാൻ 2 താങ്കൾ മൂവീസ് കാശ് ചെയ്യുന്നുണ്ട്. സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് പോയില്ലേ? കാശ് ആരും സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ? പറയൂ. ഞാൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യമുണ്ടോ? പറഞ്ഞേ. ഞാൻ ആരുടെയും മോഷ്ടിച്ചൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും. എന്റെ പ്രൊഡ്യൂസറും നിങ്ങളെപ്പോലെ സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവരോട് എന്നെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറയൂ. ഒരുപക്ഷെ എനിക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനു ചെയ്യാതിരിക്കണം? പിന്നെ സിനിമകൾ കുറച്ചിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. ക്രിക്കറ്റ് ആക്ച്വലി ഞാനൊരു ബിസിനസ് പോയിന്റിലാണ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എന്റെ പാർട്ട്ണറായ രാജാണിത് സജക്ട് ചെയ്തത്. അതായത് IPL ഫ്യൂച്ചറിൽ നന്നായി വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം. കഴിഞ്ഞ വർഷം ലോഞ്ചറായിട്ടിരുന്നപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ക്രിക്കറ്റ് ഒരു റിലീജിയനാണ്. ഡെഫിനറ്റ്ലി ക്യാച്ചപ്പ്. ഐ വിൽ ഗെറ്റ് ബിക്കം. സോ ഞാൻ അതുകൊണ്ടാണ് ചിന്തിച്ചത്. ബ്രാഡ്മാറ്റിക്കലി ഞാൻ വിചാരിച്ചു ഇതും നമുക്ക് ചെയ്യാമല്ലോ എന്ന്. പിന്നെ വിചാരിച്ച ഷാരൂഖ് ഖാന്റെ അടുത്തും പ്രീതിയുടെ അടുത്തും പോയിട്ട് മേക്കിലാടി തൂവാനാടി എന്ന് പറയാം. അത് രജത് സാർ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല.